ചന്ദ്രമതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭർത്താവിനെ ഓർത്ത്. എന്നുവെച്ചാൽ സഹായിക്കാൻ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ 4 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, മോനെ വീട്ടിൽ പ്രമാണമുണ്ട്, ആ പ്രമാണം എടുത്ത് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞ് സച്ചിയും ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയാണ്. ആശുപത്രിയിൽ എല്ലാവരും, രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ ആ പ്രമാണം എടുത്ത് മാറ്റിയോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് ആ പ്രമാണം എടുത്ത് മാറ്റുന്നത്? നീ എന്ത് വർത്തമാനമാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എന്നോട് സച്ചിക്ക് ഒട്ടും വിവരമില്ല. അതല്ലേ സച്ചി ഈ സമയത്ത് അച്ഛൻ മരണക്കിടക്കെ കിടക്കുമ്പോഴും സച്ചി ആശുപത്രിയിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. നീ പ്രമാണം എടുത്തോടോ എന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചന്ദ്രമതി പറയുന്നു, എങ്ങനെയെങ്കിലും എൻ്റെ പൈസ കൊണ്ടുപോവാ, എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും പൈസ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സച്ചിയോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി നമ്മുടെ രേവതിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ വാതിലൊക്കെ അടച്ചിട്ടേക്കുന്നു. ഇതെങ്ങോട്ട് പോയെന്ന് അറിയാൻ വേണ്ടി ഒരു സച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. സച്ചി പിന്നെ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയപ്പോഴും അവിടെയും കാണാനുമില്ല. അമ്പലത്തിലും അവിടെ കാണാനുമില്ല. എവിടെ പോയെന്ന് ഒരു ഇതുമില്ല. സച്ചി ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതിയുടെ ഒരു കൂട്ടുകാരി രേവതി കാണുന്നത്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, സച്ചിയുടെ അച്ഛന് വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് പോകണം, 3 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്, സർജറി നടത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത്. ഈ സമയം വരുന്ന കൂട്ടുകാർ പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു സ്വാമിജിയുണ്ട്, ആ സ്വാമിജിയോട് ചെന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നുവെച്ചാൽ പ്രാർത്ഥനയും വേണം, പണവും വേണം നമ്മുടെ കയ്യിൽ. അപ്പോൾ എന്തായാലും ആ സ്വാമിജിയോട് ചെന്ന് ചോദിച്ചാൽ, ഒരു അമ്മയാണ് കേട്ടോ, അമ്മയോട് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചി വീണ്ടും ആലോചിക്കുന്നുണ്ട്, പലിശയ്ക്ക് പൈസ എടുത്താലോ, എങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഫൈനാൻസറുടെ അടുത്ത് പോയിട്ട് പ്രമാണം കൊടുത്തിട്ട് നമുക്ക് പലിശ വാങ്ങണം. പക്ഷെ പ്രമാണം ഇതുവരെ കയ്യിൽ കിട്ടിയില്ല, സച്ചിയുടെ കയ്യിൽ കിട്ടിയില്ല. സച്ചിയുടെ കൈ കിട്ടാതെ സച്ചിക്ക് പോകാനും പറ്റില്ല. അങ്ങനെ സച്ചി ഫൈനാൻസറുടെ അടുത്ത് പോകുന്നുണ്ട്. ഫൈനാൻസറുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, അച്ഛൻ സുഖമില്ലാതെ ആശുപത്രി, അപ്പോൾ നിങ്ങൾ കാശ് തരാമല്ലോ, എത്ര ലക്ഷം വേണമെങ്കിലും തരാം, നിൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുപോകാം, എത്ര രൂപ വേണമെങ്കിലും നിനക്ക് തരാം. അപ്പോഴേ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ, നിൻ്റെ അച്ഛൻ അവിടെ ആശുപത്രിയിൽ ജോലി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ അല്ല, എൻ്റെ അച്ഛന് 3 ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്നൊരു സർജറി നടത്തണം, ആ സർജറിക്ക്. അപ്പോഴും ഈടില്ലാതെ ഒരു പൈസയും തരാൻ പറ്റില്ല, നിൻ്റെ അച്ഛൻ ചത്താലും ഞാൻ മരിച്ചാലും തരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടൊന്ന് സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു. സച്ചി അയാളെ കോളറിൽ കയറി പിടിച്ചതും അവിടെ 2-3 ഗുണ്ടകൾ നിൽപ്പുണ്ട്. ഗുണ്ടകൾ സച്ചിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. താൻ എന്തിനാടാ പറഞ്ഞത്, എൻ്റെ അച്ഛനെക്കുറിച്ചാണോ പറഞ്ഞത്, എൻ്റെ അച്ഛന് എന്ത് പറ്റി, എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ട്, എൻ്റെ പൈസയും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് വിട്ട് ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ രേവതി സ്വാമിജിയുടെ അടുത്ത് പോകുന്നു. സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്താ കുട്ടി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിഷമങ്ങളെല്ലാം പറയുക. അപ്പോഴത്തേക്കും പറയുന്നു, മോള് വിഷമിക്കണ്ട, മോളുടെ അമ്മായി അച്ഛനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മോൾ ഒരു കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല, മോൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, മോൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് വിഷമിക്കേണ്ട. പറയുന്നുണ്ട്, ഞാനൊരു നൂല് ജപിച്ച് തരാം, ആ നൂല് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടുക, പിന്നെ അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടായിരിക്കും, അദ്ദേഹം മരിക്കില്ല. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് അതിൻ്റെ വേണ്ട ഇതൊക്കെ ചെയ്യും, അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നൂല് ജപിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയും ദേവും രേവതിയായിട്ട് അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. സച്ചി അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് നിന്നിട്ട് സച്ചി നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നത്, സച്ചി നിൻ്റെ കാറ് നന്നാക്കിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എടുത്തോ, പൈസയും തന്നിട്ട്. അപ്പോഴാണ്, സാറേ എനിക്കിപ്പോഴും പൈസ വേണ്ട, കാറ് വേണ്ട, എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുകയാണ്, കുറച്ച് പൈസ വേണം, ഈ കാറ് നിങ്ങൾ വിറ്റിട്ട് എനിക്ക് പൈസ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചിയുടെ വിഷമങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ വർക്ക്ഷോപ്പിലെ ആൾ പൈസ മറിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ കാര്യങ്ങൾ നടക്കട്ടെ, നീ വേറെ ഒന്നും വിഷമിക്കേണ്ട,
വിചാരിക്കേണ്ട. സച്ചിയുടെ കാർ എങ്ങനെയാണോ അതുപോലെയാണ് സച്ചിയുടെ അച്ഛനും. കാറും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് സച്ചിക്ക്. അങ്ങനെ സച്ചിക്ക് പൈസ അവിടെ നിന്ന് മടക്കി ശരിയാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ആ നല്ലൊരു വർഷാപ്പുകാരൻ. അങ്ങനെ സച്ചി പൈസയായിട്ട് ആശുപത്രിയിലേക്ക് വരുന്ന രംഗമാണ് കാണിക്കുന്നത്. ഈ സമയത്ത് രേവതിയും ആ ചരട് ജപിച്ച് ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.